ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് ഫിഷിങ്ങിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ വല ഇട്ടത്. അപ്പൊ ഈ ഷട്ടറൊക്കെ അടഞ്ഞു വരുക. ഈ ഷട്ടർ അടച്ചു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് മീൻ കിട്ടുന്നതാ. വേറൊന്നുമല്ല, ഈ ഷട്ടർ അടച്ചു കഴിയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് കായലിലെ ഒഴുക്കൊക്കെ നിൽക്കുമ്പോഴത്തേക്കിന് മീനൊരു വെപ്രാളവും. അപ്പൊ ആ വെപ്രാളത്തിൽ ഇവൻ കടന്ന് ഓടും. അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്ക് കുറച്ച് മീൻ കിട്ടുന്നതാണ്. അപ്പൊ ഇന്നലെ ചില ഒഴുക്ക് കുറവുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഷട്ടർ അടച്ചതാന്ന് വെച്ച് നമ്മൾ വലയിട്ട്, പക്ഷെ വല ഇട്ട് കഴിഞ്ഞപ്പോഴല്ലേ അറിയുന്ന ഷട്ടർ ഫുള്ളൊന്നും അടഞ്ഞിട്ടില്ല. ഇനി എനിക്ക് തോന്നുന്ന ഒരു അഞ്ചാറെണ്ണമെങ്കിലും അടയാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചെറിയ ഒഴുക്കുണ്ട്. എന്തായാലും നമ്മള് വലയിട്ട് മിക്കവാറും വല വലിച്ചു നോക്കാം. എല്ലാം ഉണ്ടോ ഇല്ല. ബോട്ട് വന്ന് ഉടനെ നമ്മളിത് വല വലിക്കാൻ പോവാം. നങ്ക് ആദ്യത്തെ ഒരു നങ്ക്. തൂളി അതിന്റെ അടുത്ത് വരുന്നുണ്ട്. മഞ്ഞക്കോഴി നങ്കില്ല. അത്ര ഫുള്ള് അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നങ്ക് കിട്ടാത്തത്. നഞ്ച് കരിമീൻ കണ്ടോ, നഞ്ച് കരിമീൻ ഇതേ കണ്ട. അടുത്ത നങ്കാണ്. നങ്കായി കിടക്കണേടാ.
നഞ്ച് വരുന്നു കേട്ടോ. അടുത്ത നഞ്ച് വലിയൊന്നും കിട്ടിയില്ല നമുക്ക്. അടുത്ത നഞ്ച് ഒരു കിലോ മേളിലുണ്ട്. പുളിയല്ല, 1 കിലോ 1.5 കിലോ മേളിലുണ്ട് തോന്നുന്നു. അത്ര സൈസ്. ഇപ്പൊ ഇതിനെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ വല മൊത്തം നാശാവും. അപ്പം കൂട്ടുകാരെ നമ്മളതേ വല വെച്ച് തീർപ്പ്. ഇത് നമുക്ക് മീൻ എടുക്കണം. നമ്മൾ പ്രത്യേകിച്ച് എത്ര മീനൊന്നും ഇല്ല. അപ്പൊ നമുക്കേ ഇനി വീട്ടിൽ പോയി പയ്യെ എടുക്കാം. നമ്മൾ പ്രത്യേകിച്ച് എത്ര മീനൊന്നും ഇല്ല, ഉള്ളും തൂളിയാ. നങ്കാണ്ട് 1 കിലോ അട്ട് കാണും. അതായത് നമുക്ക് വീട്ടിൽ പോയി എടുക്കാം. അപ്പൊ കൂട്ടുകാരതേ നമുക്ക് കിട്ടിയ മീനാണ്. കണ്ടോ, നഞ്ചുകരി മീനുണ്ട്. നഞ്ചുകരി വലുതല്ല, ഇതേ പള്ളത്തിയ. ഇതുണ്ടോ. പിന്നെ നങ്കുണ്ട്. ഒരു നങ്കിന്റെ പ്രത്യേകത കണ്ടോ, ഏ 2 സൈഡും വെളുത്ത്. കണ്ടോ, ഈ സൈഡും വെളുത്തിരിക്കുന്നു, ഈ സൈഡും വെളുത്തിരിക്കുന്നു. കണ്ടോ, ഈ നങ്കിനെ കണ്ടോ, ഈ സൈഡ് വെളുത്ത്, ഈ സൈഡ് ഈ കളർ. പക്ഷെ ഈ നങ്കിന്റെ ഇത് കണ്ടോ, ഈ സൈഡ് വെളുത്തിരിക്കുന്നു, ഈ സൈഡും വെളുത്തിരിക്കുന്നു. കണ്ടോ. അപ്പം അതെ ഇത്ര സാധനമാണ് കിട്ടിയിരിക്കുന്നത്. സാധാരണ ഈ ഷട്ടർ അടച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇതിൽ കൂടുതൽ നങ്ക് കിട്ടേണ്ടതാണ്. പക്ഷെ ഷട്ടർ ഫുള്ളായിട്ട് അടഞ്ഞിട്ടില്ല, ഈ ഒഴുക്കുണ്ടേ. പിന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് മീൻ കിട്ടിയാനെ. എന്തായാലും മീൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ നമുക്ക് പ്രയോജനമില്ലാത്ത മീനാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ വിലയൊന്നും ഇല്ലാത്ത സാധനം. ഇതിൻ്റെ അടി ഇനിയും കിടപ്പുണ്ട്. ഇത് കണ്ടേ, ഇത് നല്ല മീനൊക്കെയാണ്, പക്ഷെ ഇതാരും മേടിക്കത്തില്ല. കാരണം ഇതിൻ്റെ മാംസത്തിനകത്തെ മുള്ളുണ്ട്. അത് കാരണം ആരും അങ്ങനെ കറി വെക്കാനൊന്നും മേടിക്കത്തില്ല. പിന്നെ ചില ഹിന്ദിക്കാരൊക്കെ വല്ലോ മേടിച്ചെങ്കിൽ അവർ തന്നെ 10-30 രൂപയ്ക്കൊക്കെ മേടിക്കത്തില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.